ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി നൽകിയെന്ന് പി വി അൻവർ. ADGP MR അജിത് കുമാറിനെ മാറ്റുന്നത് പാർട്ടി തീരുമാനിക്കട്ടെ. അത് തന്റെ ഉത്തരവാദിത്തമല്ല. പോലീസിലെ പുഴുക്കുത്തുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്കും നൽകും. ഇതോടെ തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചുവെന്നും പി വി അൻവർ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം പ്രസിഡന്റ് കാര്യങ്ങൾ കേട്ടു, കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, മുഖ്യമന്ത്രിക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കീഴടങ്ങിയ ഒരു പി വി അൻവറിനെയാണ് ശരീരഭാഷ കൊണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറയാനുള്ളതെല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞു, എഴുതി നൽകി. ഇനി തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കിയത്? മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം MLA ഹോസ്റ്റലിലെത്തിയിട്ടാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഏതാണ്ട് 45 മിനിറ്റ് മുഖ്യമന്ത്രിയുമായിട്ട് പി വി അൻവർ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതിൽ ഭൂരിഭാഗം കാര്യങ്ങളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. താൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി അറിയിക്കും. ഒരു സഖാവ് എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പോലീസ് വിഭാഗത്തിലെ ഒരു വിഭാഗം പുഴുക്കുത്തുകളെ പറ്റിയുള്ള പരാതികളും പരിഭവങ്ങളുമാണ് മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചതെന്നാണ് പി വി അൻവർ MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 45 മിനിറ്റോളം പി വി അൻവർ MLA മുഖ്യമന്ത്രിയുമായി നേരിക്കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പി വി അൻവർ മാത്രമാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്ക് വഴങ്ങി, ആരുടെ മുമ്പിൽ വീണു എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല. മുഖ്യമന്ത്രി അൻവറിൻ്റെ കാലിൽ വീണോ, അൻവർ മുഖ്യമന്ത്രിയുടെ കാലിൽ വീണോ എന്നുള്ള കാര്യം ഇതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. കാരണം ഇവർ രണ്ടുപേരും മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. ഇനി പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയും സുജിത് കുമാറിനെതിരെയും നടപടി സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിൽ മുഖ്യമന്ത്രി വ്യക്തമായിട്ടുള്ള ഉറപ്പ് നൽകാത്തത് കൊണ്ടാണോ പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് പറയുന്നത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ MLAക്ക് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കാൻ സാധിക്കും. നമുക്കറിയാം, പി വി അൻവർ MLA എന്ന് പറയുന്നത് നിലമ്പൂരിലെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള സ്വതന്ത്ര MLA ആണ്. പി വി അൻവർ ഒരു പാർട്ടി അംഗം കൂടി പോലുമല്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് പാർട്ടി വഴി പി വി അൻവറിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെയൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാന കാരണമാണ് MR അജിത് കുമാർ. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് മീതെ വളർന്ന വൻമരമാണോ? ആ മരത്തിനെ താഴെയിടാൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് സാധിക്കാത്തത് കൊണ്ട് പാർട്ടിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒരു കണി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും കരുവാണോ പി വി അൻവർ എന്നുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ MR അജിത് കുമാറിനെതിരെ എടുക്കുന്ന നടപടികളിൽ പി വി അൻവർ തൃപ്തരല്ല എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകളിലും സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങളിലെല്ലാം മുൻനിരയിൽ നിന്നിട്ടുള്ളത് ADGP MR അജിത് കുമാറാണ്. DGPക്ക് ഒരു ഘട്ടത്തിലും പങ്കുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും MR അജിത് കുമാറിനെതിരെ ശക്തമായിട്ടും പോലീസ് വിഭാഗത്തിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ടാണ് പി വി അൻവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളതായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. KP ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.